ലാൻഡ്സ്കേപ്പിങ്ങിന് ആവശ്യമായ പേൾ ഗ്രാസ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കിട്ടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാസ് ഹോൾസെയിൽ നഴ്സറിയിലാണ് നിൽക്കുന്നത്. നിള ഗാർഡൻസ് തൃശ്ശൂർ ജില്ലയിലാണ് ഈ നഴ്സറി പ്രവർത്തിച്ചു വരുന്നത്. നിള ഗാർഡൻസിൻ്റെ ഉടമ മുകേഷാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഇത് പ്രോപ്പർ സ്ഥലം എവിടെയാണ്? നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ വാണിയമ്പാറ, കുതിരം കഴിഞ്ഞിട്ട് വാണിയമ്പാറ കുറച്ചുള്ളിലേക്ക് വരണം. കറക്റ്റ് സ്ഥലം പറയാൻ കണ്ണമ്പാറ കല്ലേരി എന്ന് പറയും. വൈഡ് ഏരിയയിൽ എനിക്ക് തോന്നുന്നു ഏക്കർ കണക്കിന് സ്ഥലത്താണ് നിങ്ങളിവിടെ ഈ പേൾ ഗ്രാസ് കൃഷി ചെയ്യുന്നത്. നമ്മളൊരു 3-4 സൈറ്റായിട്ട് നമ്മൾ 35 ഏക്കറോളം സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. 35 ഏക്കറോളം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം 2 സൈറ്റ് കണ്ടത് ഒരു 10 ഏക്കറോളം, ഇവിടെ ഒരു 10 ഏക്കറോളം ഉണ്ട്. വേറെ 4ാമത്തെ സൈറ്റ് കൂടി ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും റേറ്റ് കുറച്ച് ഇത് വിൽക്കാൻ സാധിക്കുന്നത്. അതെ. നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി ചെയ്യാൻ കാരണം നമുക്ക് മാക്സിമം കുറവിന് ചെയ്യാനും പറ്റും, ഇത്ര ഏരിയ ഉള്ള കാരണം. ഈ സാധാരണഗതിയിൽ ഒരു സ്ക്വയർ ഫീറ്റിന് 50 രൂപ വരെയാണ് കടകളിൽ വില. പക്ഷേ നിങ്ങളിവിടെ സ്ക്വയർ ഫീറ്റ് 15 രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെ. ഇപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് 15 രൂപയ്ക്ക് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സ്പെഷ്യലായിട്ടൊരു ഓഫർ കൂടി ഉണ്ട്. നമുക്ക് ഈ മാസം സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. നമുക്ക് ഈ ചാനലിൻ്റെ ഒരു വ്യൂ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്, കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ വിലയിൽ കുറവുള്ളതുകൊണ്ട് തന്നെ ചോദിക്കുവാണ്, സാധാരണ വില കുറച്ച് കൊടുക്കുമ്പോൾ ക്വാളിറ്റിയിൽ കുറവുണ്ടാകും എന്നൊരു ആക്ഷേപം പൊതുവെ എന്തിനെക്കുറിച്ചാണെങ്കിലും കേൾക്കാറുള്ളതാണ്. നിങ്ങളുടെ കാര്യത്തിൽ എന്താണ് പറയുന്നത്? കുറേ കസ്റ്റമർക്ക് തെറ്റിദ്ധാരണയാണ്. കസ്റ്റമർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, വില കുറവുള്ള കാരണം അങ്ങനെ പറയുന്നതാണ്. ഇത് നമ്മളിൽ പക്ക സിംഗപ്പൂർ മിനിയേച്ചർ ഹൈബ്രിഡ് ആയിട്ടാണ്. നമുക്കത് അടുത്തുള്ള വിഷ്വൽസ് വേണമെങ്കിൽ കാണാം. നമുക്ക് പക്ക അത് പരന്ന് പോണ ഒരു ഗ്രാസാണ് സിംഗപ്പൂർ മിനിയേച്ചർ എന്ന് പറയും. അതായത് നിലം പറ്റിക്കിടക്കുന്ന ടൈപ്പാണ്. ഒറിജിനൽ നമ്പർ 1 ക്വാളിറ്റി ഗ്രാസ് ആണ്. ഇവിടെ നിങ്ങൾ കൃത്യമായി സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇത് വാങ്ങിക്കൊണ്ട് പോകുന്ന ആളുകൾ പിന്നീട് എന്താണ് ചെയ്യേണ്ടത്? ഇത് നമ്മൾ ഇൻസ്റ്റാളേഷൻ ഭയങ്കര സിമ്പിളാണ്. അതായത് ഇപ്പോൾ ലാൻഡ് ക്ലിയർ ആണെങ്കിൽ, ലാൻഡ് ലെവലായിട്ടുള്ള ലാൻഡ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് കൊണ്ട് വിരിക്കുക വേണ്ടു. ജസ്റ്റ് ഷീറ്റിങ്ങനെ അടുപ്പിച്ച് മുട്ടിച്ച് വിരിക്കുക വേണ്ട. അടിയിൽ കുറച്ച് എല്ലുപൊടി വേപ്പൊക്കെ ഇട്ട് കൊടുക്കാം. വലിയ ക്വാണ്ടിറ്റി അല്ല, അതിൻ്റെ അളവ് നമ്മൾ പറഞ്ഞു കൊടുക്കും, എത്ര അളവിൽ വേണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് വേറെ കംപ്ലയിൻറ്റുകളൊന്നും വരുന്നില്ല. ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലം ആണെങ്കിൽ ഒരു 1 ടൈം ഒരു നന മസ്റ്റായിട്ട് കൊടുക്കുക, ഇത്രയേ വേണ്ടൂ. പിന്നെ ഒരു 5 മാസമൊക്കെ കഴിയുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ദിവസവും വെള്ളം നനച്ച് കൊടുക്കണം. അത് വേനൽക്കാലം ആണെങ്കിൽ ഡ്രൈ ആയിട്ട് ഇടരുത്. ഒരു 1 ടൈം ഒരു നന കൊടുക്കുക മസ്റ്റായിട്ട്. പരിപാലിക്കുന്നതിൽ വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് നല്ല മൂവിങ് ഉണ്ട് ഈ ഐറ്റം. ഇപ്പോൾ വലിയ ഏരിയയിലേക്ക്, റിസോർട്ട് പോലുള്ള ഏരിയയിലേക്ക്, വീടുകളിലേക്ക് എല്ലായിടത്തേക്കും കയറി പോകുന്നുണ്ട്. ആൾക്കാർക്ക് മെയിൻ്റെനൻസ് കുറേ കാരണം വളരെയധികം എളുപ്പമാണ്, പരിപാലിക്കാൻ എളുപ്പമാണ്. ആദ്യഘട്ടത്തിൽ റിസോർട്ടുകളിലൊക്കെയാണ് ഇത് കൂടുതൽ കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ വീടുകളിൽ വ്യാപകമായി തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതെ, വീടുകളിലും ട്രെൻഡായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും തിരക്കാണല്ലോ. അപ്പോൾ ഇത് മെയിൻ്റെനൻസ് ചെയ്യാൻ ഭയങ്കര ചിലവും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പേൾ ഗ്രാസ് ആണ് മെയിനായിട്ട് വീടുകളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല പച്ചപ്പായി നിൽക്കണം. നമ്മളെ കേരള ടച്ചിന് ഒരു പറ്റിയൊരു ഗ്രാസും കാലാവസ്ഥയ്ക്കും പറ്റിയൊരു ഗ്രാസാണ്. നിങ്ങൾ നഴ്സറി ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. പക്ഷേ കേരളത്തിൻ്റെ ഏത് ജില്ലയിലേക്കും ഏതറ്റത്തേക്കും ഇത് എത്തിച്ചു കൊടുക്കാൻ പറ്റും? നമ്മൾ കേരളത്തിൽ മാത്രമല്ല അതർ സ്റ്റേറ്റും കൊടുക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം നമുക്കുണ്ട്. നമുക്ക് വിളിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ബേസ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ വരിക. ഒരു 500 സ്ക്വയർ ഫീറ്റ് മേലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കൊടുത്തു വിടാം. താങ്കൾ ഈ ഒരു മേഖലയിലേക്ക്, അതായത് വളരെ വ്യത്യസ്തമായ ഒരു ബിസിനസ്സാണ്, ഇത്രയും ചെറുപ്പത്തിൽ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഒരു ഗ്രാസിലേക്ക് വന്നിട്ടൊരു 10 കൊല്ലത്തോളമായി. ലാൻഡ്സ്കേപ്പിങ്ങിലാണ് നമ്മൾ ഫസ്റ്റ് ടൈം തുടങ്ങിയത്. വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയതാണ്. പിന്നെ നമ്മൾ ഈ ലാൻഡ്സ്കേപ്പിങ്ങിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രൊഡക്ഷനിലേക്ക് കടന്നു. നമ്മൾ ഗ്രാസിൻ്റെ ഒരു 10 കൊല്ലത്തോളമായി നമ്മൾ ചെയ്യുന്നു. ഈ പേൾ ഗ്രാസിലേക്ക് വന്നിട്ട് ഇപ്പോൾ നമ്മൾ 5 കൊല്ലത്തെ പേൾ ഗ്രാസ് ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ട് 5 കൊല്ലത്തോളമായിട്ടുള്ളൂ. അപ്പോൾ പേൾ ഗ്രാസ് ചെയ്യുന്നുണ്ട് നമ്മൾ. ഇവിടുന്ന് ഈ ഗ്രാസ് വാങ്ങിയാൽ ഈ സൈറ്റിലെത്തി നിങ്ങൾ തന്നെ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുക്കുമോ? ചെയ്ത് കൊടുക്കാം. നമുക്ക് 500 സ്ക്വയർ ഫീറ്റിൻ്റെ മേലെയാണെങ്കിൽ നമുക്ക് തൃശ്ശൂർ ജില്ലയിലെ അതർ ജില്ലകളിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ചെയ്യേണ്ട ഇത്രയ്ക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ സൈറ്റിൻ്റെ പിക്ചർ അയച്ചു തരാം, ലൊക്കേഷൻ അയച്ചു തരാം. അപ്പോൾ നമുക്ക് മാക്സിമം കുറവിന് ചെയ്ത് കൊടുക്കാൻ പറ്റും. എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ഷീറ്റ് വരുന്നത്? ഇത് 4 സ്ക്വയർ ഫീറ്റാണ് ഈ ഷീറ്റ് വരുന്നത്. അതായത് 81 സെൻറ്റ് നീളം, 46 സെൻറ്റ് വീതി, അങ്ങനെ വരുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സിമ്പിളാണ്, ആർക്കും ചെയ്യാവുന്ന ഒരു സംഭവം ഉള്ളൂ. ഇത്രയ്ക്കുള്ളൂ. ഈ മഴ വലിയൊരു പ്രതിസന്ധിയാണല്ലേ? ഇതിലിപ്പോൾ മഴക്കാലമായിട്ട് കൂടി നമ്മളിവിടെ കട്ടിങ് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഏരിയ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലോപ്പായ കാരണം നമുക്ക് മഴക്കാലമായാലും നമുക്ക് കട്ടിങ് നടക്കും. നമുക്കൊരു അരമണിക്കൂർ ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് കയറ്റി വിടാൻ പറ്റും. ഈ മഴക്കാലത്തും ഇവിടെ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. മഴക്കാലത്ത് ഇപ്പോൾ നമ്മൾ കോട്ടിട്ടായാലും ജോലി ചെയ്യും, കളവലിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ ഇത് വെട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂർ ഗ്യാപ്പ് കിട്ടിയാൽ നമുക്ക് കട്ട് ചെയ്ത് കയറ്റി വിടാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ഇത്രയും കണ്ടല്ലോ, നമ്മൾ ഇത്രയും ഏരിയ ചെയ്യാൻ കാരണം നമുക്ക് മാക്സിമം കുറവിന് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ സ്പെഷ്യൽ ഒരു ഓഫർ കൂടി ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ, അതും കൂടി ചെയ്യാൻ പറ്റും നമുക്ക്. ഇത്രയും ഏക്കർ കണക്കിന് നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് അതന്നെ. അതുകൊണ്ടാണ് നമുക്ക് മാക്സിമം കുറവിന് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ പല ജില്ലകളിലേക്ക് നമുക്ക് ഇവിടെ തന്നെയാണ് കയറി പോകുന്നത്. അവിടെയൊക്കെ പ്രൊഡക്ഷൻ ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ. നഴ്സറികൾക്കല്ലാതെ റീറ്റെയിലായിട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ അവിടെ എത്തിച്ചു കൊടുക്കുമോ? കൊടുക്കാം. നമുക്ക് അവരുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അയച്ചു തരാണെങ്കിൽ നമ്മൾ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ പറയും, നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും. ചെറിയ അഡ്വാൻസ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ കയറ്റി കൊടുക്കുന്നതായിരിക്കും. അതിന് എത്ര കാലതാമസം എടുക്കും ഓർഡർ ചെയ്താൽ? ഇല്ല, നമുക്ക് 2 ഡേയ്സിനുള്ളിൽ നമുക്ക് എത്തിക്കാൻ പറ്റും.
അപ്പോൾ ഇത് മുകേഷിൻ്റെ അച്ഛനും സഹോദരനുമാണ്. അപ്പം നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ടാണ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. അതെ 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 എല്ലാവരും ഉണ്ട്. ഇപ്പോൾ 3 ബ്രദറുണ്ട്, ഞാൻ അച്ഛനുണ്ട്. ഒരാൾ വേറെ സൈറ്റിലാണ്. ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അച്ഛനും അനിയും കൂടി നോക്കുന്നു. പണിക്കാരെ കാര്യങ്ങളൊക്കെ അച്ഛനൊക്കെ നോക്കുന്നത്. മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവർ നോക്കുന്നു. കട്ടിങ് ലോഡിങ് കാര്യങ്ങളൊക്കെ ആൾ നോക്കും, പണിക്കാരെ നോക്കലൊക്കെ അച്ഛൻ നോക്കും. അങ്ങനെ ചെയ്യുന്നത്. ഈ പ്ലാന്റേഷൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛനാണ് നോക്കി നടത്തുന്നത്. അപ്പം എത്ര തൊഴിലാളികളുണ്ട് ആകെ നമുക്കിവിടെ? 100ഓളം തൊഴിലാളികളുണ്ട് മൊത്തത്തിൽ. നാട്ടുകാരൊക്കെ തന്നെയാണോ അധികവും? നാട്ടുകാരാണ് മൊത്തത്തിലുള്ളത്. അപ്പം എങ്ങനെയാണ് എല്ലാ ദിവസവും രാവിലെ ഇവിടേക്ക് എത്തുമോ? 8 മണിക്ക് ഞങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ എത്തും. 5 മണിക്ക് ഇവിടുന്ന് പോകും. തൊഴിലാളികൾ കൂടെ ഉണ്ട്. തൊഴിലാളികളുടെ കൂട്ടത്തിൽ അവരിൽ ഒരാളായി രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂടെ നിൽക്കുകയാണ്. നിൽക്കണം അതന്നെ എൻ്റെ കറക്റ്റ്. അപ്പോൾ എല്ലായിടത്തും കൂടിയാണ് ഈ 100ഓളം തൊഴിലാളികളുള്ളത്. ഒരു 10 ഹിന്ദിക്കാരും ബാക്കി 90ഓളം പേര് ഇവിടുത്തെ ലോക്കലിലുള്ള ആൾക്കാരാണ്. അവർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമുണ്ട് നമുക്ക്. ഈ അടുത്തുള്ള പ്രദേശത്തെ ആൾക്കാർ ചേച്ചിമാർക്കൊക്കെ നമ്മൾ ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഒരു ബിസിനസ്സിലുപരി അതെ അതെ നമ്മൾ ഇതിൽ കഴിയുന്നുണ്ടല്ലോ, അതന്നെ നമുക്കൊരു പ്ലസ് ആണ്. ഏറ്റവും വലിയ സന്തോഷം. അതെ 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 സന്തോഷമാണ്. തൃശ്ശൂർ ജില്ലയിലെ വാണിയമ്പാറയിലാണ് നിള ഗാർഡൻസ് എന്ന ഈ നഴ്സറി പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് 35 ഏക്കറോളം സ്ഥലത്താണ് ഇവർ ഈ പേൾ ഗ്രാസ് കൃഷി ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഒരു സ്ക്വയർ ഫീറ്റിന് 15 രൂപ എന്ന നിരക്കിലാണ് പേൾ ഗ്രാസ് ഇവിടെ വിൽപ്പന നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു പ്രത്യേക ഓഫർ കൂടി ലഭ്യമായിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.